ഹലോ ഗൈസ്, നിങ്ങൾക്ക് ഞങ്ങൾ ഇന്നലെ നിന്ന് വീട് കാണണം. ഞങ്ങളുടെ കൊട്ടാരം ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം. ഈ കൊട്ടാരത്തിലെ അന്തേവാസികൾ നിൽക്കുന്നവരാണ് ഇവിടുത്തെ അന്തേവാസികൾ. ബീഫ് ഫ്രൈ വേണമെന്നാ കൊച്ചി കിച്ചനുണ്ട് 5 മണി to 10 മണി വരെ. It's really nice to see that, so we thought we'll shoot some videos. Are you all dancers? No. നമുക്ക് എന്തിനാണെന്ന് അറിയില്ല, നമുക്കൊരു 5-6 ടൗൽ അവർ ഒരു നൈറ്റിലേക്ക് തന്നു. ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി. ദിസ് ഇസ് ദ കുഞ്ഞിക്കോഴീസ്. ഇത് ഇവരെ വളർത്തുന്ന കോഴിയാണ്, ഞങ്ങൾ വളർത്തുന്ന കോഴി. ഹലോ ഗൈസ്, അങ്ങനെ രാത്രി ഏകദേശം 8:30 ഞങ്ങൾ അർദാര എത്തി. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ. ദാ ആ ചുവന്ന ഷർട്ടിട്ട അപ്പച്ചനാണ് ഈ വീടിന്റെ മുതലാളി. റൂം എത്തി സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഒന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ ഫുഡും തപ്പി ഞങ്ങൾ ഇറങ്ങി. ചൈനീസ് ടേക്ക് ഉണ്ട്, നമുക്ക് ആ ഷോപ്പിൽ കയറി നോക്കാം. ചൈനീസ് ആകുമ്പോൾ കുറച്ച് എരിവും പുളിയും കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ജസ്റ്റ് പുറത്തുള്ള മെനു കാർഡൊക്കെ നോക്കിയ ശേഷം 13 യൂറോയുടെ ഒരു മിക്സഡ് ബോക്സ് വാങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. വിസ്മയനായി കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഐറ്റം. ഞാൻ വീട്ടിലാണ് കാര്യമായിട്ട്, ഞാൻ അയർലൻഡിലായില്ലേ. അല്ല ഇന്നലെ പറഞ്ഞത് പോന്ന്. ഓ നിങ്ങൊന്നും ശ്രദ്ധിക്കുന്നില്ല അമ്മ പറയുന്നൊന്നും. ബീഫ് ഫ്രൈ വേണമെന്നാ കൊച്ചി കിച്ചനുണ്ട് 5 മണി to 10 മണി വരെ. അവിടെ തന്നെയുള്ള മറ്റൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ഫുഡ് വാങ്ങിയിരുന്നു. പക്ഷെ സംഭവം ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കടയുടെ പേര് ഓർമ്മയില്ല, പക്ഷെ എന്തായാലും നമ്മളത് ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല, എസ്പെഷ്യലി നമ്മൾ സൗത്ത് ഇന്ത്യൻസ്. അങ്ങനെ തിരിച്ചു വീടെത്തി ഫുഡൊക്കെ കഴിച്ച് കുറെ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നല്ലൊരു സൺസെറ്റ് ആസ്വദിച്ച് ഞങ്ങളുടെ ആദ്യ ദിവസം അവസാനിച്ചു. ദിസ് ഇസ് ഡേ 2. രാവിലെ ഒരു 7 മണിയോടെ നമ്മളെല്ലാവരും എണീറ്റ് റെഡി ആയിരുന്നു. ദിസ് ഈസ് ആർ B&B. ഈ ഒരു ബിൽഡിങ്. സോ ഇവിടെ 2 ബിൽഡിംഗ് ഉണ്ട്. നമ്മൾ നിന്നത് ആ കാണുന്ന ബിൽഡിങ്ങിലാണ്. ആ ഒരു ബിൽഡിങ്ങിൽ 3 ബെഡ്റൂംസ് ആണുള്ളത്. സോ നമുക്ക് 2 പേർക്ക് വേണ്ടിയിട്ട്, 2 കപ്പിൾസിന് വേണ്ടിയിട്ട് അവർ ആ ബിൽഡിങ്ങിൽ 2 ബെഡ്റൂംസ് ആണ് നമുക്ക് തന്നത്. ഇവിടുത്തെ റൂംസ് എല്ലാം വിത്ത് എൻസ്യൂട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റൂമിൽ തന്നെ നമുക്ക് പ്രൈവറ്റ് ബാത്റൂമുണ്ട്. നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. റോസ് നോക്കൂ. ഇതാണ് നമുക്ക് റോഡ് വരുന്നത്. സോ നമ്മൾ അർദാര വില്ലേജിൽ നിന്ന് താഴേന്നാണ് വരിക. അർദാര വില്ലേജിൽ നിന്ന് മേളിലേക്ക് കയറി വരുമ്പോൾ ഇതായിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നല്ലൊരു പച്ചപ്പരവതാനി വിരിച്ച ഒരു വലിയൊരു ഫ്രണ്ട് യാർഡുണ്ട്. ഈ സൈഡിലൊരു യാർഡുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഒരു വ്യൂ വരിക. നോക്ക് എന്ത് ഭംഗിയാണ് നോക്കൂ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. ഭയങ്കര കാമൻ ക്വയറ്റ്, നല്ലൊരു കാറ്റെപ്പോഴും ഒക്കെ വന്നിട്ട് നമുക്കങ്ങനെ ഒരു സിറ്റി, ഒരു ഹോട്ടലിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് നോയ്സ്, ബഹളം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ഒരു സ്വന്തം ഒരു ഹോംലി ഫീൽ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമുക്കിതിൻ്റെ ഒരു 360 വ്യൂ കാണാം. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. ഇതാ വരുന്നു വിസ്മയ. ഹിയർ കംസ്. നല്ല സുഖമുണ്ടല്ലേ കാറ്റ്. ഓക്കെ, വിസ്മയ ഈസ് ഹിയർ. Vismaya is here. Hello, good morning. How was your sleep? It was very comfortable. നല്ലൊരു ഉറക്കം ഉറങ്ങി. അല്ലേ, നല്ലൊരു ഹോംലി ഫീൽ. ക്ഷീണവും കാര്യമൊക്കെ തീർത്തു. നമുക്കിവിടെ കോഴിയുണ്ട് ഗൈസ്. കോഴി കുഞ്ഞുങ്ങൾ. അവിടെ കോഴി കുഞ്ഞുങ്ങൾ, അവിടെ കോഴി വലിയ 2 കോഴികൾ. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ നിന്ന ബിൽഡിങ്.
ഇതാണ് ഇവിടുത്തെ കോഴി. ദിസ് ഇസ് ദ കുഞ്ഞു കോഴീസ്. ഇത് ഇവരെ വളർത്തുന്ന കോഴി, അത് ഞങ്ങൾ വളർത്തുന്ന കോഴി. നമുക്കിനി ഒരു റൂം ടൂർ ചെയ്യാം. ഇപ്പം നമ്മളിവിടെ കയറി ചെല്ലുമ്പോൾ ഈ റൂമിൽ ആരുണ്ട്? ദിസ് ഇസ് റൂം 6. So we have Vismaya here. ഇതാണ് നമ്മുടെ ഒരു റൂം. നമ്മൾ കയറി വരുമ്പോൾ നല്ല അത്യാവശ്യം നമുക്ക് നല്ല സ്പേസ് ഉള്ള ഒരു റൂം. ഒരു ഡബിൾ ബെഡ് ഉണ്ട്. ഇവിടെ നമുക്ക് ഒരു വിൻഡോ ഉണ്ട്, ഹീറ്ററുണ്ട്, നമുക്ക് ഫിറ്റ് ചെക്കൊക്കെ ചെയ്യാനായിട്ട് ഇവിടെ ഒരു മിററുണ്ട്, ഫിറ്റ് ചെക്ക്, പിന്നെ ബെഡ് സൈഡ് ടേബിൾ, ലാമ്പ്, പിന്നെ നമുക്ക് പെൺപിള്ളേർക്ക് ഒരുങ്ങാനായിട്ടുള്ളൊരു എന്താണ് ഡ്രസ്സിങ് ടേബിൾ അല്ലേ, ഡ്രസ്സിങ് ടേബിൾ, ചെയറുണ്ട്, 2 കൗച്ചുണ്ട്, നമുക്ക് ബാഗ് സാധനങ്ങൾ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലമാര കബോർഡ് വരുന്നുണ്ട്, പിന്നെ ഒരു കുറച്ച് സ്വീറ്റ്സ്, പിന്നെ ചായ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റം. നമുക്ക് എന്തിനാണെന്ന് അറിയില്ല, നമുക്കൊരു 5-6 ടൗൽ അവർ ഒരു നൈറ്റിലേക്ക് തന്നു. ഇതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് മനസ്സിലാവണില്ല. പിന്നെ ഇതാണ് നമുക്ക് വിത്ത് എൻസ്യൂട്ട് വരുന്ന വാഷ്റൂം. സോ ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി. വീണ്ടും ഞാൻ നല്ലൊരു വാഷ്റൂം, ഒരു സ്റ്റാൻഡിങ് ഷവർ. ആ ടൈല് നോക്കുക, തിളങ്ങുന്നുണ്ടല്ലേ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ റൂം ടൂർ. നമ്മുടെ 2ാമത്തെ റൂം മുകളിലാണുള്ളത്, അതും ഓൾമോസ്റ്റ് ദ സെയിം. സോ നമ്മുടെ ഡേ 2 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. നമുക്ക് ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണിത്. ഒരു കോണ്ടിനെൻ്റൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവിടെ ചെറിയൽസ്, ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ ഇട്ടുണ്ട്. അല്ലാണ്ട് നമുക്കൊരു മെനുക്കാർഡ് കാണും. അതുപോലെ നമുക്ക് ബേക്കൺ, സ്ക്രാമ്പിൾഡ് എഗ്സ്, ഓംലെറ്റ്, പിന്നെ എന്തായിരുന്നു ഓംലെറ്റ്, ചീസ്, ബേക്കൺ, സാൽമൺ, പിന്നെ നമുക്ക് ടോസ്റ്റ്, ബട്ടർ, ജാം, പോച്ച്ഡ് എഗ്, കോഫി, ടീ എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഒത്തിരി ഹെവിയും അല്ല. പക്ഷെ വിസ്മയ ഇതൊന്നും കഴിച്ചില്ല. വിസ്മയ ഇസ് എ ഫ്രൂട്ട് ഗേൾ. നമ്മൾ ഫ്രൂട്ടും കേർഡുമാണ് കഴിച്ചത്, അല്ല ഫ്രൂട്ടും യോഗട്ടും ആണ് കഴിച്ചത്. പക്ഷെ നമ്മൾ ബാക്കിയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നു. യോഗട്ട് പുളിച്ചത് അല്ല, യോഗട്ട് പുളിക്കാത്തത്, കേർഡ് പുളിച്ചത്, ഭയങ്കര പുളിയുള്ളത്. കേടയ. That's true. Hi. We are just leaving. It's really nice to see that, so we thought we'll shoot some videos. Are you all dancers? No, but just enjoy. Yeah. So you put it up on social media? Yeah. So thank you so much. Oh, glad you enjoyed. We really enjoyed. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഇവിടുത്തെ അപ്പച്ചനുമായുള്ള സംസാരത്തിനിടയിലാണ് അദ്ദേഹം പറഞ്ഞത് ആ ദിവസം കൗണ്ടി ഡൊണേഗലിന്റെ ഫുട്ബോൾ സെമി ഫൈനൽസ് ആണെന്ന്. നമുക്കറിയാവുന്ന ഫുട്ബോൾ കാൽപന്ത് കളിയാണല്ലോ. എന്നാൽ അയർലൻഡിലെ ഒരു മെയിൻ കായിക ഇനമാണ് ഗെലിക് ഫുട്ബോൾ. റഗ്ബിയുടെയും ഫുട്ബോളിന്റെയും ഒരു മിക്സ്ചർ ഗെയിം. നമ്മുടെ യാത്രയിലുടനീളം ഡൊണേഗലിന്റെ ഫ്ലാഗുകൾ കാറുകളിലും വീടിന്റെ മുറ്റത്തും റോഡുകളിലും എല്ലായിടത്തും കാണാൻ സാധിച്ചു. ഈ സ്പോർട്സ് ഇവിടെയുള്ളവർക്ക് എത്രമാത്രം ഇഷ്ടമുള്ളതാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മുടെ ഈ യാത്ര കുറച്ച് സ്പെഷ്യൽ ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ കാഴ്ചകളും രസകരമായ അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബൈ.